ഹായ്. അപ്പോ ഫൈനലി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളുടെ മൻസൂറിന്റെ സൈറ്റിലാണ്, വടക്കേക്കാട്. ഇവിടെ നമ്മൾ ഓൺ ബിൽഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്ലോക്കാണ്. അത് വെച്ചിട്ടുള്ള പടവ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. ഈ ഒരു പടവ് എന്ന് പറയുന്നത് സാധാരണ കൽപ്പടവിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു പടവ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ നിർമ്മിക്കുന്ന ഒരു രീതി നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ സിമെന്റും മണലും മിശ്രിതം കൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മോർട്ടാർ തയ്യാറാക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മോർട്ടാർ ജോയിന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ AAC ബ്ലോക്കിന്റെ ജോയിന്റ് മോർട്ടാർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ അതിന് മെഷും ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു പടവ് വരുന്നത്. നമുക്ക് ആ ഒരു പടവിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. വാ. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാക്ക് ബോണ്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും രണ്ട് അറ്റത്തും വരുന്ന ഈ ഒരു വോളിലേക്ക് ഡ്രിൽ ചെയ്ത് അതിലേക്ക് സ്റ്റീലിനെ ഇറക്കി നിർത്തി ഒരു മെഷ് വിരിച്ച് അതിനു മുകളിൽ മോർട്ടാർ ജോയിന്റ് അപ്ലൈ ചെയ്ത് അതിലേക്കാണ് നമ്മൾ ഈ ഒരു ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന മെഷ് ഇരിച്ചതിന് ശേഷം പിന്നെ അതിന് മുകളിലേക്ക് വാട്ടറിങ് ചെയ്യുന്നുണ്ട്. വാട്ടറിങ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മോർട്ടാർ നമ്മൾ ഇടുന്നത്. ഈ മോർട്ടാർ ഫസ്റ്റ് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒരു ഗ്രൗട്ട് രൂപത്തിലാക്കിയതിനു ശേഷം അതാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ മോട്ടാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AACയുടെ എന്ന ബ്രാൻഡിന്റെ ആണ് ജോയിന്റ് മോട്ടാർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇനി പടവ് പുരോഗമിക്കുന്നത്. അങ്ങനെ അതിന് മുകളിലേക്കാണ് ഈ ഒരു ബ്രിക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഡ്രില്ല് ചെയ്ത് കമ്പി കൊടുക്കുന്നത് അത് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ ഈ ബോണ്ടിന്റെ രീതി മറ്റുള്ള ബോണ്ടുകളിൽ നിന്ന് മാറ്റമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ബ്രിക്ക് വെച്ചതിന് ശേഷം വാട്ടർ ലെവൽ നോക്കി അതിന്റെ തൂക്ക് നോക്കി എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ലെവൽ ചെയ്തിട്ടാണ് പടവ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടറ്റത്തു നിന്നാണ് ഇത് ആദ്യം ചെയ്തു വെച്ച് വരുന്നത്. പിന്നെയാണ് സെൻട്രൽ പോർഷനിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ത് രീതിയിലാണെന്നൊക്കെ. അപ്പോൾ അത് പുരോഗമിക്കുന്നുണ്ട് അവിടെ ഒരു ഭാഗത്ത്. ഈ സ്റ്റാക്ക് ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരേ ലെവലിലാണല്ലോ ഈ ഒരു ബോണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ജോയിന്റ് ഒരേ ലെവലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി എടുക്കാത്ത ഭാഗങ്ങളിലാണ് നമ്മൾ ഈ ഒരു വാള് കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റാക്ക് ബോണ്ട് കൂടുതലും ഡെക്കറേറ്റീവും അതുപോലെ തന്നെ ഒരു മോഡേൺ പർപ്പസ് ഇന്റീരിയർ പർപ്പസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പാർട്ടീഷൻ വാള് പോലുള്ള ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി വരാത്ത ഭാഗങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്.
കൂടാതെ ഒരു ട്രഡീഷണൽ ഭംഗി നിലനിർത്തുക എന്നത് കൂടിയിട്ട് ഇതുകൊണ്ടൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ ആവശ്യാനുസരണം ആവശ്യമുള്ള ഇല്ലാത്ത ഭാഗങ്ങൾ ഇതേപോലെ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മാസൻട്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ബോണ്ടിന്റെ എന്താണ് ഇങ്ങനെ ആദ്യം സ്ട്രക്ചർ പിന്നെ ഹെഡർ അങ്ങനെ അല്ലല്ലോ, ഒരു ആൾട്ടർനേറ്റീവ് കൺസ്ട്രക്ഷൻ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാക്ക് ബോണ്ട് എന്നാണ് ഇതിന് പറയാ. പിന്നെ സ്ട്രെങ്ത് എടുക്കുന്നതിൽ വേരിയേഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി വരാത്ത സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും ഔട്ടർ വാള് അതേപോലെ പാർട്ടീഷൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ ഒരു ബോണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ കൺസ്ട്രക്ഷന്റെ പ്രത്യേക രീതിയും ഇതിനെ കൂടുതൽ സ്ട്രെങ്ത് ആക്കി നിർത്തുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.